السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله أما بعد. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ 20-ാമത്തെ അധ്യായം സൂറത്തു താഹയിലാണ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു താഹയിലൂടെ മൂസാ അലൈഹിസ്സലാമിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. നബി തിരുമേനിയുടെ വ്യക്തിത്വം രൂപപ്പെടുത്തിയതിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരധ്യായമാണ് താഹ എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ അതിൽ നമ്മൾ എത്തി നിൽക്കുന്നത് മൂസാ അലൈഹിസ്സലാം അതുപോലെ ഫറോവയുടെ കൂട്ടരും തമ്മിൽ നടന്ന ആ മത്സരത്തിൻ്റെ അകത്തായിരുന്നു. ഈ മത്സരത്തിൽ മൂസാ അലൈഹിസ്സലാമിൻ്റെ വടി നിലത്തിട്ടപ്പോൾ ഈ സാഹചര്യങ്ങളുടെ മുഴുവൻ വടികളെയും കയറുകളെയും ഒക്കെ മൂസാ അലൈഹിസ്സലാം ഇട്ട വടി പാമ്പായി അത് ഒഴുകിക്കളഞ്ഞു. ഇത് കാണുമ്പോൾ ഈ സാഹിറുകളുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇവർ നിഷ്കളങ്കരാണ്. ഈ സാഹിറുകൾ അവർ വിചാരിച്ചത് വലിയൊരു ജാലവിദ്യക്കാരൻ, ഞങ്ങളെക്കാൾ വലിയൊരു ജാലവിദ്യക്കാരനെ കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ ഒരു മത്സരം നടത്തുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ ഇവരാകെ അത്ഭുതപ്പെട്ടു പോയി. ആ അത്ഭുതം വിശ്വാസമായി മാറുകയാണ്. ഫഉൽഖിയ അസ്സഹറതു സുജ്ജദൻ, 70-ാമത്തെ വചനം അങ്ങനെയാണ് തുടങ്ങുന്നത്. ഫഉൽഖിയ അസ്സഹറതു സുജ്ജദൻ ഖാലു ആമന്നാ ബിറബ്ബി ഹാറൂന വമൂസ. ആ ജാലവിദ്യക്കാർ സുജൂദിലേക്ക് വീണു, സുജൂദ് ചെയ്തുകൊണ്ട് താഴേക്ക് വീണു എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ആ ഒരു ഹക്ക് ബോധ്യമാവുമ്പോൾ ഉണ്ടാകാവുന്ന ഒരവസ്ഥയാണ്. നമ്മൾ സൂറത്ത് മറിയമിലും ഇന്നലെ കണ്ടല്ലോ, ഹക്ക് ബോധ്യമാകുമ്പോൾ സുജൂദിലേക്ക് വീഴുക എന്നത്. ഇവരും വീണു. എന്നിട്ട് അവർ ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് വീണത്, ആമന്നാ ബിറബ്ബി ഹാറൂന വമൂസ. അതൊരു ഭയങ്കര രംഗ. ആ സമയത്ത് ഇവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഫറോവ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഓഹോ ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും, നിങ്ങൾ ഞാൻ അനുവാദം തരുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചു അല്ലേ, അവനിൽ വിശ്വസിച്ചു അല്ലേ നിങ്ങൾ? എന്നിട്ടൊരു കുറ്റം ചാർത്ത, ഇന്നഹു ലകബീറുക്കുമുല്ലദീ അല്ലമക്കുമുസ് സിഹ്ർ, അവൻ നിങ്ങളെ സിഹ്ർ പഠിപ്പിച്ച, ജാലവിദ്യ പഠിപ്പിച്ച വലിയ ആളാ. എന്നിട്ട് ഇവർക്കുള്ള ശിക്ഷ പ്രഖ്യാപിച്ചു. അതാണ് 71-ാമത്തെ വചനം. ഫലഉഖത്തിഅന്ന ഐദിയക്കും വഅർജുലക്കും മിൻ ഖിലാഫ് വലഉസല്ലിബന്നക്കും ഫീ ജുദൂഇൻ നഖൽ വലതഅലമുന്ന അയ്യുനാ അശദ്ദു അദാബൻ വഅബ്ഖാ. ഞാൻ നിങ്ങളുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി ഛേദിച്ച് മുറിച്ച് ഈത്തപ്പനത്തടികളിൽ നിങ്ങളെ ഞാൻ ക്രൂശിക്കും. നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും കഠിനമായതും നീണ്ടു നിൽക്കുന്നതുമായ ശിക്ഷ നൽകുന്നവൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ടൊരു വെല്ലുവിളി നടത്തുകയാണ്. അപ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ അത് ഞാൻ ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറഞ്ഞല്ലോ, നബി അനുഭവിച്ച സഹാബത്തും അനുഭവിച്ച ആ വല്ലാത്ത പരീക്ഷണങ്ങളെ, അതിനേക്കാൾ കടുപ്പമുള്ള പരീക്ഷണങ്ങൾ, അതും അത്ര മേൽ വിശ്വാസത്തിന് സാധ്യതയില്ലാത്ത ഒരു സമൂഹം, അവരെന്താ പറഞ്ഞാരോ, അവർ മാറിയില്ല. ഈ ബഹളം കേട്ടിട്ട്, അല്ലെങ്കിൽ ഈ വെല്ലുവിളി കേട്ടിട്ട്, അല്ലെങ്കിൽ ഈ ശിക്ഷാപ്രഖ്യാപനം കേട്ടിട്ട് അവർ മാറിയില്ലെന്ന് മാത്രമല്ല, അവർ പറഞ്ഞു, ഖാലൂ ലൻ നുഅ്സിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാത്ത് വല്ലദീ ഫതറനാ ഫഖ്ദി മാ അൻത ഖാദ് ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ. അതൊരു വിശ്വാസത്തിൻ്റെ ആ ശക്തിയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വന്നു കിട്ടിയ പ്രത്യക്ഷമായ തെളിവുകളെക്കാളും ഞങ്ങളെ സൃഷ്ടിച്ചവനേക്കാളും നിനക്ക് ഞങ്ങൾ മുൻഗണന നൽകൂല. ഫിർഔനോടാ പറഞ്ഞത്. അതുവരെ ഫിർഔനോട് ആരും അങ്ങനെ പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഫിർഔനോടാ പറയുന്നത്. എന്നിട്ട് പറഞ്ഞൊരു വാചകം, അതാണ് ഭയങ്കര രസം. ഫഖ്ദി മാ അൻത ഖാദ്, നീ വിധിച്ചത്, നീ ഇഷ്ടമുള്ളത് നീ വിധിച്ചോ, പക്ഷേ ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, നിനക്ക് ഈ ദുനിയാവിലല്ലേ വിധിക്കാൻ കഴിയൂ, അല്ലാതെ വിധിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയാം. അപ്പം അനുഭവിച്ച ഒരു വല്ലാത്ത ഒരു സായദത്തുണ്ട്. നമ്മളെ വിഷയം അതാണല്ലോ. ഒരു വിശ്വാസിയായി എന്നതുകൊണ്ട് ആർക്കും എന്തുണ്ടാവില്ല, എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കില്ല. മറിച്ച് വിശ്വാസം സൗഭാഗ്യമാണ്. ഈ ആളുകൾ വിശ്വസിച്ചു. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇന്നാ ആമന്നാ ബിറബ്ബിനാ ലിയഗ്ഫിറ ലനാ ഖതായാനാ വമാ അക്റഹ്തനാ അലൈഹി മിനസ് സിഹ്ർ വല്ലാഹു ഖൈറുൻ വഅബ്ഖാ. ഞങ്ങൾ എന്തിനാ വിശ്വസിച്ചതെന്നറിയോ? ഞങ്ങൾ വിശ്വസിച്ചത് ഞങ്ങൾ ചെയ്ത പാപങ്ങളും നീ ഞങ്ങളെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച ഈ ജാലവിദ്യയുമൊക്കെ അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടിയാണ്.
നിശ്ചയമായും ഞങ്ങൾ അങ്ങനെ അത് അള്ളാഹുവാണ് ഏറ്റവും ഉത്തമനും എന്നെന്നും നിലനിൽക്കുന്നവനും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഭയങ്കര സംഭവം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെ ഷഖീ ആരാ, സഈദ് ആരാ, ദുർഭാഗ്യവാൻ ആരാണ്, നിർഭാഗ്യവാൻ ആരാ, സൗഭാഗ്യവാൻ ആരാ അവിടെ? എന്നിട്ട് അള്ളാഹു അത് വിശദീകരിക്കുന്നുണ്ട്. ഈ സംഭവം പറഞ്ഞു കൊടുത്തിട്ട് വിശദീകരിക്കുന്നുണ്ട്. 74, 75 വചനം. ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമൻ ഫഇന്ന ലഹു ജഹന്നം ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. വല്ലവനും കുറ്റവാളിയായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വന്നാൽ അവനുള്ളത് ജഹന്നമാണ്. ആ ജഹന്നം എന്തായിരിക്കും? അതിലവൻ മരിക്കൂല, ജീവിക്കൂല. ഒരു രൂപം. രണ്ടാമത്തെ രൂപം പറഞ്ഞു, വമൻ യഅതിഹി മുഅ്മിനൻ ഖദ് അമില സ്സാലിഹാത്ത് ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉലാ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു. സത്യവിശ്വാസികളായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടാണ് വല്ലവനും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വരുന്നെങ്കിൽ അത്തരക്കാർക്കുള്ളതാകുന്നു ഉന്നതമായ പദവികൾ എന്ന് പറഞ്ഞ് ജന്നാത്തു അദ്ൻ എന്ന് പറഞ്ഞ് സ്വർഗത്തെക്കുറിച്ച് പറയാം. ഇത് ഇവിടെ അവസാനിക്കണില്ല മൂസാ അലൈഹിസ്സലാമിൻ്റെ കഥ. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ആ ഒരവസ്ഥ ശരിക്കും എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ ആ മാർഗം സ്വീകരിച്ചത് കൊണ്ട് ഈ സാഹചര്യങ്ങൾ അനുഭവിച്ച ഒരു സന്തോഷമുണ്ട്. അതാണ് അത് എവിടെ എത്തിയെന്ന് വെച്ചാൽ അത് ഈ ഭൂമിയിൽ അന്നത്തെ ഏറ്റവും വലിയ രാജാവായ ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ ഇവനെ അതിജയിക്കാൻ മാത്രം അവരുടെ വിശ്വാസത്തിന് ശക്തി ഉണ്ടായി. മനസ്സിലായാലും. ഇത് മാത്രമല്ല, ഇതേപോലെ ഒരു കഥ പിന്നെ ഈ സൂറത്തിൽ വേറെയും പറയുന്നുണ്ട്. അതാണ് അതിലെ ഏറ്റവും വലിയ സംഗതി. അതെന്താ വെച്ചാൽ ഈ പിന്നെ സാമിരിയുടെ കഥയാണ്. സാമിരിയാണല്ലോ ബനു ഇസ്രായേൽക്കാരെ ഈ പശുക്കുട്ടിയെ ആരാധിക്കുന്ന ഒന്നിലേക്ക് അയച്ചത്. അവിടെ സത്യത്തിൽ അവിടെയും ഇത് വളരെ കൃത്യമായി ആ കഥ പറയുന്നുണ്ട്. അത് ഭയങ്കര രസമാണ്. അതെന്താ വെച്ചാൽ അവിടെ മൂസാ അലൈഹിസ്സലാം തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ അവിടെ ഇവൻ പ്രശ്നമുണ്ടാക്കുകയാണ്, ഈ സാമിരി. മനസ്സിലായില്ലേ? എന്നിട്ട് മൂസാ അലൈഹിസ്സലാം വിവരം കിട്ടിയിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് ഇവന് അപ്പോൾ ഇവൻ്റെ അടുത്ത് വന്നു നോക്കുമ്പോൾ ഇവനുണ്ടാക്കിയ പശുക്കുട്ടി ഒരു ശബ്ദമൊക്കെ പുറപ്പെടുവിച്ച് അങ്ങനെയുള്ള ഒരവസ്ഥയാണല്ലോ. അവിടെ വെച്ച് ഈ മൂസാ അലൈഹിസ്സലാമും ഹാറൂനും തമ്മിലുണ്ടാകുന്ന സംഭാഷണമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വിഷയമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, അത് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ അവനുണ്ടാകാവുന്ന കഷ്ടപ്പാടും ദൗർഭാഗ്യവും എത്ര മാത്രമാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. ആ സംഭവം സാമിരിയുമായിട്ടുള്ള ആ ചർച്ച കഴിഞ്ഞ ശേഷം പറയുന്നുണ്ട്, ഫദ്ഹബ് ഫഇന്ന ലക ഫിൽ ഹയാതി അൻ തഖൂല ലാ മിസാസ് വഇന്ന ലക മൗഇദൻ ലൻ നുഖ്ലിഫഹു വൻദുർ ഇലാ ഇലാഹിക അല്ലദീ ളൽത അലൈഹി അകിഫ ലനുഹർരിഖന്നഹു ثم ലനൻസിഫന്നഹു ഫിൽ യമ്മി നസ്ഫ. അതാണ് മൂസാ അലൈഹിസ്സലാം അവിടെ വെച്ച് പറയാണ് ഈ ഇവനോട്, സാമിരിയോട്, നീ പോടാ, നിനക്ക് തീർച്ചയായും ഈ ജീവിതത്തിലുള്ളത് ലാ മിസാസ്, തൊട്ടുകൂടാ എന്ന് പറയലായിരിക്കും. അതൊരു വല്ലാത്ത വാക്കാണ്. ആരും അടുക്കൂല. തീർച്ചയായും നിനക്ക് നിശ്ചിതമായ ഒരവധിയുണ്ട്, അത് ലംഘിക്കപ്പെടുകയേ ഇല്ല. നീ പൂജിച്ചുകൊണ്ട് ഇരുന്ന നിന്റെ ആ ദൈവത്തിൻ്റെ നേരെ നീ നോക്കിപ്പം എന്തായത്, അതിനെ നാം ചുട്ടെരിച്ചു, എന്നിട്ട് അത് പൊടിപൊടിച്ച് കടലിൽ വിതറിക്കളയും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നമാ ഇലാഹുക്കുമുല്ലാ അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയണം. ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇത് അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ, ഇവിടെ ഈ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ളാഹു 99 മുതലുള്ള വചനത്തിൽ പറയുന്നുണ്ട്, കദാലിക നഖുസ്സു അലൈക മിൻ അംബാഇ മാ ഖദ് സബഖ്. ഇത് നബിയോടാട്ടോ, മുഹമ്മദ് നബിയോടാ. വഖദ് ആതൈനാക മിൻ ലദുന്നാ ദിക്റ. ഇപ്രകാരം മുമ്പ് കഴിഞ്ഞു പോയ സംഭവങ്ങളെ പറ്റിയുള്ള വർത്തമാനങ്ങൾ നാം നിനക്ക് വിവരിച്ചു തരുന്നു. തീർച്ചയായും നാം നിനക്ക് നമ്മുടെ പക്കൽ നിന്നുള്ളൊരു ബോധനം നൽകിയിരിക്കുന്നു. മൻ അഅറദ അൻഹു ഫഇന്നഹു യഹ്മിൽ യൗമൽ ഖിയാമത്തി വിസ്റ. ഈ ഒരു വിവരിച്ചു തരുന്നതിൽ നിന്ന് ആരെങ്കിലും അകന്നു പോയാൽ, തിരിഞ്ഞു കളഞ്ഞാൽ, നിശ്ചയമായും ഖിയാമത്ത് നാളിൽ അവർ പാപത്തിൻ്റെ ഭാരം വഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കുള്ള അത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സൗഭാഗ്യത്തിൻ്റെയും ദുർഭാഗ്യത്തിൻ്റെയും നിർഭാഗ്യത്തിൻ്റെയും ഒക്കെ കഥ പറയുന്നുണ്ട് 111, 112 വചനങ്ങളിൽ. അവിടെ പറയുന്നത്
അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ളുൽമ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായിട്ടുള്ളവന് മുഖങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നു, അക്രമത്തിന്റെ ഭാരം ചുമന്നവൻ പരാജയമടയുകയും ചെയ്തിരിക്കുന്നു. വമൻ യഅമൽ മിനസ്സാലിഹാത്തി വഹുവ മുഅ്മിനുൻ ഫലാ യഖാഫു ളുൽമൻ വലാ ഖദ്മ. നോക്കൂ, അത് ശരിക്കാണ് പഠിപ്പിക്കണം. ആരെങ്കിലും വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അക്രമത്തെയോ അനീതിയെയോ ഭയപ്പെടേണ്ടി വരികയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിക്കും കണ്ട് മോൾഡ് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കഥ, അതും ഈ രീതിയിൽ എന്താണ് ആദം അലൈഹി ഇസ്ലാമിൻ്റെ അവസ്ഥ എന്ന് പറയാണ്. അതും യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യം പറഞ്ഞ വാചകം ഉണ്ടല്ലോ, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ, ഇസ്ലാമോ ഖുർആനോ ഒന്നും നിങ്ങൾ കഷ്ടപ്പെടാൻ വേണ്ടിയല്ല എന്നത് തെളിയിക്കണം. ഇവിടെ ഇപ്പോൾ തെളിയിച്ചല്ലോ, മൂസാ അലൈഹിസ്സലാം എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടി. മൂസാ നബി ജയിച്ചു, ഈ ഫറോവയും കൂട്ടരും തോറ്റല്ലോ. അതന്നെയാണ് ഈ ആദം നബിയുടെ കഥയിൽ സത്യത്തിൽ 117 വചനം മുതൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫഖുൽനായ ആദം ഇന്ന ഹാദാ അദുവ്വുൻ ലക് വലിസൗജിക്. അപ്പോൾ ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു. എന്നിട്ട് ഈ ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആദം നബി സുജൂദ്, മലക്കുകളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. ഇബ്ലീസ് അല്ലാത്ത എല്ലാവരും സുജൂദ് ചെയ്തു. ആ സമയത്ത് ഇബ്ലീസ് സുജൂദ് ചെയ്തില്ലല്ലോ. അപ്പൊ ആദം നബിയോട് പറയണ്ടേ, യാ ആദം ഇന്ന ഹാദാ അദുവ്വുൻ ലക് വലിസൗജിക്, ഇവൻ നിനക്കും നിന്റെ ഇണക്കുമുള്ള ശത്രുവാണ് കേട്ടോ. പിശാചിനെ കുറിച്ച് പറഞ്ഞത്, ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നതി ഫതഷ്ഖ, ഇവൻ നിങ്ങളെ രണ്ടുപേരെയും സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളാതിരിക്കട്ടെ, അങ്ങനെ തള്ളിയാൽ നിങ്ങൾ കഷ്ടപ്പെടും. നോക്കൂ, ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. പിശാചിനെ ഫോളോ ചെയ്താൽ കഷ്ടപ്പെടും. എന്നിട്ട് ഇങ്ങനെ പറയാം, ഇന്നലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറ, നിശ്ചയമായും നിനക്കിവിടെ വിശക്കാതെയും നഗ്നനാകാതെയും കഴിയാം, ഇതൊന്നും സ്വർഗത്തില്ല. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് അവിടെ ഭയങ്കര രസമാണ്. എന്നുവെച്ചാൽ വളരെ കൃത്യമായി അള്ളാഹു മൻഹജ് പറഞ്ഞു കൊടുക്കുക, മാർഗം പറഞ്ഞു കൊടുക്കുക. അന്നക ലാ തദ്മഉ ഫീഹാ വലാ തദ്ഹ, സ്വർഗത്തിൽ എന്തില്ല, നിനക്ക് ദാഹിക്കേണ്ടി വരില്ല, വെയിൽ കൊള്ള ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പിന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എന്നിട്ടും ഫവസ്വസ ഇലൈഹി ശൈത്താൻ. അതാണ് പ്രശ്നം. ശൈത്താൻ എന്ത് കാട്ടി? വസ്വാസ്, ദുർബോധനം നൽകി. എന്താ ശൈത്താൻ പറഞ്ഞത്? ഭയങ്കര രസമാണ്. നിങ്ങൾ ആലോചിക്കുക, ഇത്ര പച്ചയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തിട്ട് പോലും ഇവൻ വന്ന് പറഞ്ഞല്ലോ, യാ ആദം ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദ് വമുൽകിൻ ലാ യുബ്ല. ഭയങ്കര ആദമേ, ഞാനൊരു മരത്തിനെ കുറിച്ച് പറഞ്ഞു തരട്ടെ, ആ മരത്തിന്റെ അടുത്തേക്ക് അടുക്കരുത് എന്നാ പറഞ്ഞത്. ആ മരം ചൂണ്ടിക്കാണിച്ചാ പറഞ്ഞത് ഷജറത്തുൽ ഖുൽദ്, അനശ്വരതയുടെ മരം. ആ മരത്തിൽ നിന്ന് എന്തെങ്കിലും തിന്നാൽ പിന്നെ നീ നശിക്കൂല. അതുപോലെ നിനക്കൊരിക്കലും നശിച്ചു പോകാത്ത ആധിപത്യം കിട്ടും. അങ്ങനെയാണ് ഇവർ കഴിക്കുന്നത്. ഇവരിത് കഴിച്ചപ്പോഴാണല്ലോ സംഭവം മുഴുവൻ ഉണ്ടാകുന്നത്, അല്ലേ? അന്ന് മുതലാണ് സത്യത്തിൽ എവിടെയായിരുന്നു അള്ളാഹുവിൻ്റെ ആ മാർഗം അള്ളാഹു പറഞ്ഞത് അനുസരിക്കാത്തപ്പോഴാണ്. അപ്പൊ അള്ളാഹു പറഞ്ഞു, ഖാല ഹ്ബിതാ മിൻഹാ ജമീഅൻ, പോയടാവുന്നു, പുറത്തു പോകാനാ പറഞ്ഞു. ബഅ്ദുക്കും ലിബഅ്ദിൻ അദു, ശത്രുക്കൾ, നിങ്ങൾ പരസ്പരം ശത്രുക്കളാണ്. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ, എന്നിട്ട് പറഞ്ഞു ഏതാണ് ഭാഗ്യത്തിന്റെ, സൗഭാഗ്യത്തിന്റെ, നന്മയുടെ മാർഗം എന്ന്. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖ. ആ പദം തന്നെ പറഞ്ഞു, ഫലാ യദില്ലു വലാ യഷ്ഖ. എൻ്റെ അടുത്ത് നിന്ന് വരുന്ന ഈ ഹുദയെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല? നിങ്ങൾ വഴിപഴച്ചു പോവുകയില്ല, നിങ്ങൾ കഷ്ടപ്പെടുകയും ഇല്ല. അല്ലെങ്കിൽ എന്താവും? കഷ്ടപ്പെടും എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്, ഇതൊരു വല്ലാത്ത സംഭവമാണ്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണ് യഥാർത്ഥത്തിലുള്ള കഷ്ടപ്പാട്? യഥാർത്ഥത്തിലുള്ള കഷ്ടപ്പാട് നോക്കൂ. കഷ്ടപ്പാട് എന്ന ഇനി ഇങ്ങനെ ആ കഥകൾ പറഞ്ഞു പോവാം. എന്നിട്ട് പിന്നെ ഈ സംഗതികളൊക്കെ പറഞ്ഞിട്ട് അത് അവസാനിക്കും. അപ്പം അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ കഷ്ടപ്പാട്. ഷഖാ എന്ന പദം ഈ സൂറത്തിൽ 3 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ, അതാണല്ലോ കഷ്ടപ്പാട് എന്നുള്ള വാക്ക്. ഖുർആൻ അവതരിപ്പിച്ച എന്തിനല്ല? കഷ്ടപ്പാട്. ഫലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നതി ഫതശ്ഖ, ഇവനെ ഫോളോ ചെയ്താൽ അവൻ എന്താക്കും? നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാരനാവും, അപ്പൊ നിങ്ങൾ കഷ്ടപ്പെടും. മൂന്നാമത്തേത് ഫമൻ ഇത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖ. അല്ലാഹു പറയാ, എൻ്റെ ഗൈഡ് ലൈൻ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ വഴിപഴക്കുകയില്ല, നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരികയും ഇല്ല. നിങ്ങൾ ആലോചിക്കുക, അപ്പൊ സഅദത്ത് എവിടെയാണ്?
സൗഭാഗ്യം എവിടെയാണ്? സന്തോഷം എവിടെയാണ്? അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുന്നിടത്താണ്. എന്നിട്ടാണ് ഈ ഒരു വലിയ വിഷയം 124 മുതൽ 127 വരെയുള്ള ആയത്ത് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ തൻക. എൻ്റെ ഈ ഉത്ബോധനത്തിൽ നിങ്ങൾ അകന്നു പോയാൽ നിങ്ങൾക്ക് ദുസ്സഹമായ ജീവിതം ഉണ്ടാകും. ദുനിയാവിലാണ് പറഞ്ഞത്. കഷ്ടപ്പെടും നിങ്ങൾ ഇവിടെ. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ. ഖിയാമത്ത് നാളിലാണെങ്കിലോ നിങ്ങൾ അന്ധന്മാരായി ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. അവിടെ നടക്കുന്ന സംഭാഷണം നമുക്ക് അറിയുന്നതാണല്ലോ, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ ആദം അലൈഹിസ്സലാം കഷ്ടപ്പെട്ടത് എപ്പോഴാണ്? അള്ളാഹുവിൻ്റെ മൻഹജിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന് വ്യതിചലിച്ചപ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നോക്കൂ. അതുകൊണ്ട് ഈ രണ്ട് കഥകൾ വളരെ മനോഹരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ട് നബിയെ അങ്ങോട്ട് ശരിക്ക് നബിയുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഏറ്റവും വലിയ സൗഭാഗ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അഅ്ലാ മഖാമാത്ത് സആദ എന്ന് പറയാം, സന്തോഷത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ അള്ളാഹു പറഞ്ഞു കൊടുക്കേണ്ടത് എന്താന്നുള്ളത്. അതെന്തായാലും നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അതെന്താന്ന് വെച്ചാൽ, സആദത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ തൃപ്തിപ്പെടലാണ്. നമുക്ക് കിട്ടിയതിൽ തൃപ്തിപ്പെടണം. അള്ളാഹുവിനെ തൃപ്തിപ്പെടണം. അള്ളാഹു നമുക്ക് നൽകിയതിനെ തൃപ്തിപ്പെടണം. അത് വലിയൊരു വിഷയമാണ് സഹോദരന്മാരെ. അള്ളാഹുവിൻ്റെ തൃപ്തി അപ്പോൾ കിട്ടും, അപ്പോഴാണ് സമാധാനം കിട്ടുക. അതാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. ഭയങ്കര രസമുള്ളൊരു വാക്കാ. നബിയോടുള്ള വലിയൊരു അഡ്വൈസായി ഈ രണ്ട് കഥകൾ പറഞ്ഞു കൊടുത്തിട്ട്, ഫസ്ബിർ അലാ മാ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക് ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ വമിൻ ആനാഇൽ ലൈൽ ഫസബ്ബിഹ് അത്റാഫൻ നഹാരി ലഅല്ലക തർദാ. സന്തോഷം ഉണ്ടാകാൻ എന്ത് വേണം? ഈ ആളുകൾ പറയുന്നതിനെ പറ്റി നീ സബ്ർ കാണിക്കണം. മുഹമ്മദ് നബിയോട് പറഞ്ഞ ഇവരിങ്ങളെ പറ്റി എന്തൊക്കെയോ പ്രചരിപ്പിക്കുന്നു, നിങ്ങൾ സബ്ർ കാണിക്കണം. അവർ പറഞ്ഞോട്ടെ. എന്നിട്ട് എന്ത് ചെയ്യണം? സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് മുമ്പും നിങ്ങൾ രക്ഷിതാവിനെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പരിശുദ്ധിപ്പെടുത്തണം, പ്രകീർത്തിക്കണം. അതാണ് തസ്ബീഹ് എന്ന് പറയുന്നത്. സബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ. സമാധാനം വരാനേ. വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ് വഅത്റാഫൻ നഹാർ. എന്നാൽ എന്തുണ്ടാ? എന്നിട്ട് പറഞ്ഞു രാത്രിയിൽ ചില സമയങ്ങളിലും അതുപോലെ പകലിൻ്റെ ചില ഭാഗങ്ങളിലും നിങ്ങൾ അവനെ തസ്ബീഹ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ലഅല്ലക തർളാ, അപ്പോൾ നിങ്ങൾക്ക് സംതൃപ്തി കൈവന്നേക്കാം. അപ്പൊ സംതൃപ്തി, സമാധാനം ഉണ്ടാകാൻ വേണ്ടത് എന്താ? ഒന്ന് സബ്ർ വേണം, രണ്ടാമത്തേത് തസ്ബീഹ് വേണം. ആ തസ്ബീഹ് ചെയ്യേണ്ട സമയം ഒക്കെ പറഞ്ഞു. മനസ്സിലായി? ലഅല്ലക തർളാ. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് എന്ത്? ഏറ്റവും ഉന്നതമായ സൗഭാഗ്യത്തിലേക്ക് എത്താനുള്ള മാർഗം. അപ്പൊ എന്തുണ്ടാവും? ലഅല്ലക തർളാ, ലഅല്ലക തർളാ. അതാണ്. അപ്പൊ നിനക്ക് സംതൃപ്തി കൈവന്നേക്കാം. അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടും. മനസ്സിലായില്ലേ? മഹാഭൂരിപക്ഷം ആളുകളും സഹോദരന്മാരെ ഈ ഒരു സൗഭാഗ്യത്തിൽ നിന്നാണ് അകന്നു പോയത്. അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടുന്നില്ല. അപ്പൊ അള്ളാഹുവിൻ്റെ റിദ കിട്ടുന്നില്ല. അള്ളാഹുവിൻ്റെ റിദ, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാഞ്ഞാൽ സഹായത്ത് കിട്ടൂല. അതാണ്. അപ്പം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ ആരെങ്കിലും ഭൂമിയിൽ സൗഭാഗ്യവും സന്തോഷവും തെരഞ്ഞു നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അത് സൂറത്തു താഹയിലുണ്ട്. നിങ്ങൾ അവിടെ കിട്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു അഡ്വൈസ്, അങ്ങനെ ആ ഫസ്ബിർ എന്ന് പറഞ്ഞ അതോടുകൂടി കുറച്ച് ഉപദേശങ്ങളുണ്ട്. അത് ഭയങ്കര മനോഹര. അതെന്തിനാ വെച്ചാൽ നബിയെ ശരിക്കും രൂപപ്പെടുത്തും. നബിയെ മാത്രമല്ല, സഹാബത്തിന് മാത്രമല്ല, നമുക്കുള്ള. നോക്കൂ 131 വചനം. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹ്റത്തൽ ഹയാത്തി ദുനിയ ലിനഫ്തിനഹും ഫീഹി വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. മനുഷ്യരിൽ പല വിഭാഗങ്ങൾക്കും നാം ദുനിയാവിൽ ഒരുപാട് ജീവിത അലങ്കാരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കരുത്. നിങ്ങളുടെ ചിന്ത അതാകരുത്. സമാധാനം പോവും. നിങ്ങളുടെ ചിന്ത അതാകരുത്. അതെന്തിനാ? ലിനഫ്തിനഹും ഫീഹി, അവർക്ക് ദുനിയാവിൽ ഇങ്ങനെ സൗകര്യം കൊടുത്ത് അത് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ, റബ്ബിൻ്റെ അടുത്തുള്ള റിസ്ഖാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറ്, ഉത്തമമായത്, എന്നെന്നും അവശേഷിക്കുന്നതും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശിക്കുകയാണെങ്കിലും നമുക്കുള്ളതാണ്. അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിക്കണ ഈ സൗഭാഗ്യം സന്തോഷം എന്നൊക്കെ പറഞ്ഞത് ഈ ദുനിയാവിലാണെന്ന്. അല്ല, ദുനിയാവിലും അല്ല. ഒരു വാചകം കൂടി പറഞ്ഞു, എന്ത്? ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഞാൻ സുഖവും സന്തോഷമൊക്കെ നൽകിയിട്ടുണ്ടാവും, ദുനിയാവിൽ വിശാലത. അത് നിങ്ങൾ നോക്കിയിരിക്കരുത്. അത് നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് സമാധാനക്കേടുണ്ടാവും. നിങ്ങൾ വേണ്ടത് അത് എന്തിനാന്ന് മനസ്സിലാക്കണം. അതിൽ നഫ്തിനഹും ഫീ. എന്നിട്ട് നിങ്ങൾ എന്താഗ്രഹിക്കണം? വരിസ്ഖു റബ്ബിക ഖൈറും വഅബ്ഖ. എന്നിട്ട് അടുത്ത വാചകം വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വ. ഒരുപാട് സ്ഥലത്ത് ഈ ഒരു വാചകമുണ്ട്, നഹ്നു നർസുഖുക. എന്താ പറഞ്ഞു? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി, കുടുംബത്തോട് സലാത്തിന് വേണ്ടി കൽപ്പിക്കണം. വസ്തബിർ അലൈഹാ, അതിൽ നീ ക്ഷമാപൂർവ്വം ഉറച്ചു നിൽക്കണം. അതിൽ എന്ന് പറഞ്ഞാൽ സ്വലാത്തിലുമാകും ഈ സ്വലാത്തിനെ കൽപ്പിക്കുന്നതിലും. അപ്പം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, മക്കളായാലും നമ്മുടെ കുടുംബമായാലും ഒക്കെ ഈ സ്വലാത്ത്, ശൈത്താൻ ഏറ്റവും കൂടുതൽ പതിയിരിക്കുന്ന സ്ഥലം സ്വലാത്താണ്. മനസ്സിലായില്ലേ? അപ്പം അവിടെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. സബറോടുകൂടി നമ്മൾ ആ സ്വലാത്തിൻ്റെ മഹിമകളും പ്രത്യേകതകളും സൗകര്യങ്ങളും ഒക്കെ നമ്മൾ പിന്നെ നസീഹത്തോടു കൂടി പറയണം. അപ്പോഴേ രക്ഷപ്പെടൂ, അപ്പോഴേ നമ്മുടെ കുടുംബയിലേക്ക് വരൂ. എന്നിട്ട് പറഞ്ഞൊരു വാക്കുകൾ ശ്രദ്ധിച്ചോ, ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക. ഞാൻ പറഞ്ഞത് എല്ലായിടത്തും പറഞ്ഞൊരു സംഗതിയാണ്. നിങ്ങളോട് ഞാൻ ഉപജീവനം ചോദിക്കുന്നില്ല, ഞാനാണ് ഉപജീവനം നൽകുന്നത്. സമാധാനമാണ്. നമ്മൾ എന്ത് ചെയ്യണ്ട? ഉപജീവനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താണ്ട ബേജാറാകണ്ട. അതാര് തരും? അള്ളാഹു തരും. അതാണ് സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കുക, എന്തോ ഒരു രസമുള്ള വാചകം. നമ്മളെ സമാധാനം മുഴുവൻ നഷ്ടപ്പെടുന്ന ഇവിടെയാണല്ലോ. എനിക്ക് ശമ്പളം കിട്ടാതിരിക്കോ, തികയാതിരിക്കോ, എൻ്റെ ബിസിനസ് തകർന്നു, ഇതാണല്ലോ റിസ്ക് എന്ന് പറയുന്നതൊക്കെ പെട്ടതാ. എൻ്റെ മക്കൾ നന്നാകാതിരിക്കോ, എനിക്ക് മക്കൾ ഉണ്ടാകാതിരിക്കോ, എൻ്റെ മക്കൾ നല്ല രീതിയിലാകാതിരിക്കോ, നല്ല വിദ്യാഭ്യാസം, ഇങ്ങനെ ഇതൊക്കെയാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ. എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും, എനിക്ക് രോഗം വരും. ഇങ്ങനെ സമാധാനമില്ലായ്മയുടെ കുറേ നെഗറ്റീവ്സുകൾക്കെതിരെ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക. നിങ്ങൾ എന്തിനാ ബേജാറാണ്? നിങ്ങളോട് അള്ളാഹ് ചോദിക്കാം, നിങ്ങളോട് നമ്മൾ വല്ലതും ചോദിച്ചോ? ഇല്ലല്ലോ, നമ്മളല്ലേ നിങ്ങൾക്ക് റിസ്ക് തരുന്നത്. പക്ഷെ ആർക്ക് കിട്ടും? വൽ ആഖിബതു ലിത്തഖ്വാ. നിങ്ങൾക്ക് ആഖിബത്ത് വേണോ? നല്ല പര്യവസാനം ഉണ്ടാകണമെങ്കിൽ നല്ല പര്യവസാനം തഖ്വക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തഖ്വയുള്ള ജീവിതം നിങ്ങൾ ശീലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നല്ല വസിയ്യത്ത് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. ഇനി ഇതിൽ അവസാനത്തെ വചനം ഭയങ്കര രസമാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള വചനങ്ങൾ പറയുന്നത് എന്തിനാ വെച്ചാൽ നമ്മളത് ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെന്ന ആഗ്രഹത്തോടെ. അവസാനത്തെ വാചകം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. 135-ാമത്തെ വചനം, ഖുൽ കുല്ലും മുതറബ്ബിസുൻ ഫതറബ്ബസു ഫസതഅലമൂന മൻ അസ്ഹാബുസ് സിറാത്തിസ് സവിയ്യി വമൻ ഇഹ്തദാ. നബിയെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഈ മനുഷ്യരോട്. എന്ത്? കുല്ലും മുതറബ്ബിസുൻ, എല്ലാവരും കാത്തിരിക്കുക, ഒരു ബേജാറ് വേണ്ട. നമ്മൾ എപ്പോഴും ചിന്തിക്കണ്ടോ, ഇന്ന് നമുക്ക് കഷ്ടപ്പാട്, നമ്മൾ വിചാരിക്കണം എന്നും കഷ്ടപ്പാടല്ലേ, നാളെ സുഖം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തെ, ഇതല്ലല്ലോ ഇവിടുത്തെ കഷ്ടപ്പാടല്ലല്ലോ നമ്മുടെ കഷ്ടപ്പാട്, അല്ലല്ലോ, ഇത് ചെറിയ സമയല്ലേ. അതുകൊണ്ട് കുൽ കുല്ലും മുതറബ്ബിസുൻ ഫതറബ്ബസൂ, നിങ്ങളും കാത്തിരിക്ക്. പക്ഷെ നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടാണ്. അതെന്താ? ഫസതഅലമൂന മൻ അസ്ഹാബുസ് സിറാത്തിസ് സവിയ്യി വമൻ ഇഹ്തദാ. നേരായ പാതയുടെ ഉടമകൾ ആരെന്നും സന്മാർഗം പ്രാപിച്ചവരാരെന്നും അപ്പോൾ നിങ്ങൾക്ക് അറിയാറാകും. അപ്പൊ നമ്മൾ എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഭീഷണിയല്ല. അറിയാറാവും എന്നൊക്കെ പറഞ്ഞാൽ ഖിയാമത്തിനെ വിളിച്ച് അറിയും എന്നുള്ളത് മാത്രമല്ല, മറിച്ച് നമ്മൾ ഏത് പാതയിലായിരിക്കണം എന്നതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇത് ഈ സൂറത്ത് താഹ നമ്മൾ ദീർഘിച്ചു പോയി, 3 ക്ലാസ്സിൽ പോയി. എന്താ വെച്ചാൽ ഇത് അത്രയും നമുക്ക് സമാധാനം നൽകുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനം നൽകിയ, നമ്മൾ ഹൂദ് പറഞ്ഞല്ലോ, ഹൂദ് നബിയെ നരപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഈ താഹയിലേക്ക് എത്തുന്നതോടുകൂടി, മറിയമും അങ്ങനെയായിരുന്നു, താഹയിലേക്ക് എത്തിയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ഭയങ്കരമായിട്ട് ശക്തി പ്രാപിച്ചു. കാരണം എന്താ വെച്ചാൽ അമ്മാതിരി 2 കഥയെ പറഞ്ഞു കൊടുത്തത്. മൂസാ നബിയുടെ കഥയും ആദം നബിയുടെ കഥയും ഒരുപാട് പാഠങ്ങളാണ് നൽകിയത്. അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ട് മോൾഡ് ചെയ്തെടുത്തു. സഹോദരന്മാരെ, നമുക്കും താഹ അതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും
താഹയിലേക്ക് പ്രവേശിക്കണം, ത്വാഹ വായിച്ചു നോക്കണം, ത്വാഹ മനസ്സിലാക്കണം. ഒരുപാട് പാഠങ്ങളാണ് ഇതിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ കൂടുതൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിൽ ഓരോ വരികളും വിശദീകരിക്കേണ്ടതാണ്, ഓരോ കാര്യങ്ങളും. ഇത് ഏറ്റവും മനോഹരമായത് എന്താ വെച്ചാൽ മൂസാ നബിയുടെ കഥ പറയുന്നിടത്ത് സത്യത്തിൽ ഒരുപാട് രംഗങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾക്കറിയാം. ഒന്നാമത്തെ രംഗം മൂസാ അലൈഹി ഇസ്ലാമും അള്ളാഹുമായി ആ വാദി മുഖദ്ദസിൽ ഉള്ള ആ സംഭാഷണം. രണ്ടാമത്തെ രംഗം അവിടെ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിക്ക് മൂസാ അലൈഹി ഇസ്ലാമിന് നുബുവത്ത് കൊടുക്കുന്ന രംഗമാണ്. മൂന്നാമത്തേത് മൂസാ അലൈഹി ഇസ്ലാം ഫിറഔനുമായി തർക്കിക്കുന്ന ആ രംഗം. നാലാമത്തേത് ഫിറഔന്റെ സാഹചര്യങ്ങളും മൂസാ നബിയും കൂടി നടത്തുന്ന ആ മത്സരത്തിന്റെ രംഗം. അഞ്ചാമത്തേത് അത് നമ്മൾ കൂടുതൽ പരാമർശിക്കാതെ ഒട്ടുപോയ രംഗം അതെന്താ വെച്ചാൽ മൂസാ അലൈഹി സ്വലാം ഇസ്രായേൽ സമൂഹവുമായി ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ രംഗം. അതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അവിടെയാണല്ലോ ഇയാൾ ഈ ഫിറഔൻ ആ സമയത്താണല്ലോ അയാൾ കൊല്ലപ്പെടുന്നത്, മുക്കി കൊല്ലപ്പെടുന്നത്. അവിടെയാണ് ശരിക്കും എന്താണ് കഷ്ടപ്പാട് ആയിരിക്കുക എന്നുള്ളതാണ്. ആരാ രക്ഷപ്പെട്ടത്, ആരാ സുബ്ഹാനല്ലാഹ്. ഭയങ്കര രംഗമാണ് യഥാർത്ഥത്തിൽ. അതൊക്കെ സത്യത്തിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുക ഒരിക്കലും നമുക്ക് വിശ്വാസികളായ അല്ലാഹു കഷ്ടപ്പെടും. ആദന നബി അലൈഹി ഇസ്ലാമിന്റെ പച്ചയായിട്ട് പറഞ്ഞേക്കല്ലേ, നിങ്ങൾ പച്ചയായിട്ട് പറഞ്ഞു ഇവനെ നിങ്ങൾ അനുസരിച്ചാൽ വിശാലൻ മനസ്സിലാക്കാൻ കഷ്ടപ്പെടും, ദുനിയാവിലേക്ക് പോകും, കഷ്ടപ്പെടും, അനുഭവിച്ചില്ല. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യവും സന്മാർഗവും നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.